ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ച ജനം ടിവിയുടെ ജനസഭയിൽ മുഴങ്ങിയത് ബിജെപിയുടെ തുടർഭരണം. പാറശാലയിൽ ആരംഭിച്ച ജനസഭയിൽ വൻ ജനകീയ സാന്നിധ്യമായിരുന്നു. നമസ്കാരം. പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് ജനസഭയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനസഭ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ജനം ടിവിയുടെ ജനകീയ സംവാദ വേദിയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന രാജ്യത്ത് ജനം ടി വി ജനസഭയിൽ വമ്പൻ ജനകീയ പങ്കാളിത്തം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ പാറശാലയിൽ നടന്ന ആദ്യ ജനസഭയിൽ ഒന്നാമത്തെ ചോദ്യം കോൺഗ്രസ് പ്രതിനിധിയായ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് RV രാജേഷിനോട് തന്നെ. കഴിഞ്ഞ 15 വർഷക്കാലം എന്ന് പറയുന്നത് തിരുവനന്തപുരം പാർലമെന്റിന് ഭീമമായ നഷ്ടമല്ലേ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? 15 വർഷക്കാലമായി ഞങ്ങളിപ്പോൾ രാവിലെ എണീറ്റ് എല്ലാ ദിവസവും നോക്കുകയാണ്. 4ാമത്തെ പ്രാവശ്യം അദ്ദേഹം മത്സരിക്കുമ്പോൾ എവിടെയാണ് ബാഴ്സലോണ എന്നുള്ളത്. ആ ബാഴ്സലോണ കാണാനില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ പോലും തന്നെ കാണാനില്ലാത്ത ഒരവസ്ഥയല്ലേ. അങ്ങനെ ഈ തിരുവനന്തപുരം നിയോജകമണ്ഡലത്തിലെ വോട്ടർമാർക്കോ സാധാരണ ജനങ്ങൾക്കോ അങ്ങനെ ഒരു അഭിപ്രായമില്ല. അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടെങ്കിൽ അദ്ദേഹത്തെ എപ്പോൾ വേണമെങ്കിലും കാണാൻ കഴിയും. അതിനൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. BJPക്ക് വേണ്ടി പങ്കെടുത്ത യുവമോർച്ച തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് R സജിത്ത് നിരത്തിയ കേന്ദ്ര പദ്ധതികൾ ഇരുമുന്നണികളുടെയും വായ അടപ്പിച്ചു. 2014 മുതൽ 2024 വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഭാരതത്തിൻ്റെ സമസ്ത മേഖലകളിലും വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ് വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പാവപ്പെട്ടവൻ ലഭിക്കേണ്ട മുഴുവൻ വികസന പ്രവർത്തനവും അവരുടെ കൈകളിൽ എത്തിക്കുവാൻ വേണ്ട പ്രവർത്തനം 2014 മുതൽ 2024 വരെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളുണ്ട്. ഒരുപക്ഷെ ഈ ചർച്ച തുടങ്ങി അവസാനിക്കുന്നതുവരെ ചർച്ച ചെയ്താൽ തീരാത്തത്ര വികസന പദ്ധതികൾ 2014 മുതൽ 2024 വരെ കാലഘട്ടത്തിൽ നരേന്ദ്രമോദി സർക്കാർ വിഭാവനം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, തിരുവനന്തപുരത്തെ സംബന്ധിച്ച് 2009 മുതൽ 2024 വരെ 15 വർഷക്കാലം, ഈ 15 വർഷക്കാലം തിരുവനന്തപുരത്തെ പ്രതിനിധാനം ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ്. അദ്ദേഹം വിശ്വപൗരൻ എന്ന് പറഞ്ഞ് 2009 ഇവിടെ എത്തി. അദ്ദേഹം അന്ന് പറഞ്ഞത് തിരുവനന്തപുരത്തെ ബാഴ്സലോണ സിറ്റി ഇരട്ട നഗരമാക്കുമെന്നാണ്. ഇരട്ട നഗരം പോയിട്ട് അരനഗരം പോലെ ആക്കുവാൻ ഈ നിമിഷം വരെ ശശി തരൂർ MPക്ക് സാധിച്ചിട്ടില്ല. ഇടതുപക്ഷത്തിനു വേണ്ടി CPM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് S അജയകുമാറാണ് ജനസഭയിൽ വാചാലനായത്. ഇന്ത്യയിൽ ഒരു മതേതര ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിയില്ല എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മളെ ഓർമ്മിപ്പിച്ചതാണ്. യെച്ചൂരി ഇല്ലാത്തൊരു ഭരണം, ഭാവിയിൽ യെച്ചൂരിയുടെ നേതൃത്വമില്ലാതൊരു ഭരണം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ കഴിയുമോ? അത് സമ്മതിക്കാൻ എന്തേ കേരളത്തിൽ മടി? അതാണ് രാഹുൽ ഗാന്ധി ഇനി വന്ന് മത്സരിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു പാർട്ടിയായിട്ട് മത്സരിച്ചാൽ പോരെ, 2 പാർട്ടി വേണ്ട? അത് പറയാം. ഞാനത് പറയാം. ഇരുന്നോ, ഞാൻ പറയാം. മത്സരിക്കേണ്ട സ്ഥലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്, മത്സരിക്കണ്ട എന്നുള്ളിടത്ത് മത്സരിക്കുന്നില്ല. അത് തന്നെയാണ് നയം. ജനസഭ ഇന്ന് വൈകിട്ട് 7 ആറ്റിങ്ങലിൽ നടക്കും. ജനം, തിരുവനന്തപുരം.